നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം സ്വപ്ന സുരേഷ് ഇതാ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയാണ്. തനിക്കുണ്ടായ അനുഭവവും തനിക്കറിയാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുമുള്ള തുറന്നു പറച്ചിലുകളാണ് നടത്തുന്നത്. പ്രത്യേകിച്ചും വീണ വിജയൻ ഇതാ ഇഡിക്ക് മുന്നിൽ മൂന്നാം വട്ടവും ചോദ്യം ചെയ്ത് കഴിഞ്ഞ സ്വത്തുവകകളൊക്കെ കണ്ടെത്തുന്ന ഈ ഒരു സാഹചര്യം, ഒപ്പം അതുപോലെ തന്നെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, പാർട്ടിയിലേക്കും അന്നത്തെ മുഖ്യമന്ത്രിയിലേക്കും ഒക്കെ തന്നെ അന്വേഷണം നീളുന്നു എന്ന കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് തനിക്കറിയാവുന്ന അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിൽ പിച്ച് ചീന്തി തന്റെ മരണം ആഗ്രഹിച്ചിരുന്നവരെ കുറിച്ചുള്ള തുറന്നു പറച്ചിലാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് വീണ്ടും ആവർത്തിക്കുന്നത്. സ്വപ്ന ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ ഒരു വിഷയത്തിൽ, അതായത് നയതന്ത്ര സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പലതിനും ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല. അതൊരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയി ഇപ്പോഴും അവശേഷിക്കുകയാണ് എന്നുള്ളതാണ്. അതിലെടുത്തു പറയേണ്ടത്, ഇപ്പോൾ ശിവശങ്കർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശിവശങ്കർ ഇപ്പോൾ IAS ഓഫീസറായിട്ടുള്ള ശിവശങ്കർ, അദ്ദേഹം വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. അതിനുശേഷം അദ്ദേഹം ജയിലിൽ പോയി. അതിനുശേഷം അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അതായത് എല്ലാവരും പിച്ച് ചീന്തി അവശേഷ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി നശിപ്പിക്കാനായി ഒരു ബുക്ക്, തനിക്കെതിരെ ഒരു ബുക്ക് ഇറക്കിയതിന് ശേഷം പിന്നീട് ശിവശങ്കർ എന്താണ് ചെയ്യുന്നത്? രവീന്ദ്രൻ എന്താണ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിച്ച മാഡം കമല, മാഡം കമലയാണ് ഇതിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ എന്നാണ് പറയുന്നത്. മാത്രമല്ല പിണറായി വിജയൻ വെറും ഒരു സ്റ്റാമ്പാണ് എന്നാണ് പറയുന്നത്. അതായത് എഴുതി കൊടുത്ത കാര്യം ഒരു ടിഷ്യൂ പേപ്പറിൽ ഒപ്പിടാൻ ഇപ്പോൾ കമലയും അതുപോലെ തന്നെ വീണ വിജയനും പറയുകയാണെങ്കിൽ ഒപ്പിട്ട് കൊടുക്കാൻ ധൈര്യം കാണിക്കുന്ന, അല്ലെങ്കിൽ ഒപ്പിട്ട് കൊടുക്കുന്ന, അതെന്റെ മക്കൾ പറഞ്ഞതല്ലേ, എന്റെ മകൾ പറഞ്ഞതല്ലേ, എന്റെ ഭാര്യ പറഞ്ഞതല്ലേ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയായി പിണറായി വിജയൻ മാറുകയായിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. മാത്രമല്ല പിണറായി വിജയനോട് ഈ ശിവശങ്കറിന് ഒരു അഡിക്ഷൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. പവറിനോട്, മണിയോട് ഒക്കെ ഉള്ള ഒരു അഡിക്ഷൻ ആയിരുന്നു പിണറായി വിജയൻ, ഡ്രഗ്സ് പോലെ ആയിരുന്നു പിണറായി വിജയൻ ശിവശങ്കറിന് എന്നൊക്കെയുള്ള തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് നടത്തുന്നത്. പ്രധാനമായും സ്വപ്ന സുരേഷ് പറയുന്നത്, എണ്ണി ഇതിനൊക്കെ തന്നെ പകരം വീട്ടാതെ ഈ ഭൂമിയിൽ നിന്ന് ഇവരാരും പുറത്തു പോവുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഈ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് അന്നൊക്കെ തന്നെ വലിയ കോലാഹലം നടത്തിയെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് യാതൊരുവിധ വിവരമോ അതിന് വെളിപ്പെടുത്തൽ ഒന്നും വന്നില്ല. ഇതൊക്കെ തന്നെ മറച്ചു കാണും എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ഇതിന്റെ കണക്കുകളൊന്നും വീട്ടാതെ, അല്ലെങ്കിൽ ഇതിന്റെ മറുപടി ഒന്നും പറയാതെ ആരും പോകില്ല എന്നും സ്വപ്ന പറയുന്നുണ്ട്. ഒരു തുറന്നു പറച്ചിൽ തന്നെയാണ് സ്വപ്ന നടത്തുന്നത് എന്ന് വ്യക്തമാകുന്നു. അതായത് പിണറായി വിജയനോട് ആർക്കും ഒരു തരത്തിലും ഒരു സഹതാപവും ഒരു സഹാനുഭൂതിയും ഒക്കെ കിട്ടേണ്ട ആവശ്യം, അല്ലെങ്കിൽ തോന്നേണ്ട ഒരു ആവശ്യമില്ല. കാരണം മകളും ഭാര്യയും പറയുന്നത് ഒരക്ഷരം വിടാതെ അനുസരിക്കുന്ന പിണറായി വിജയനോട് ആർക്കും ഒരു തരത്തിലുമുള്ള ഒരു അലിവ് തോന്നേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം ഒരു വെറും സാധാരണക്കാരനായ ഒരു പൗരനല്ല, അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായിരുന്നു. പിന്നെ എന്തിനായിരുന്നു ആ മുഖ്യമന്ത്രി കസേരയിൽ കയറി ഇരുന്നത്? എന്തിനാണ് ഇവിടുത്തെ ജനങ്ങളെ ദ്രോഹിച്ചത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. മാത്രമല്ല മറ്റൊരു ചോദ്യം ചോദിക്കുന്നത്, ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ച് ബോധോദയം വന്നു, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം തന്നെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടാം വട്ടം ഇത്രയും വലിയൊരു തോൽവി അവർ നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ്. മൂന്നാം വട്ടം ഒരുപക്ഷെ അവരുടെ കയ്യിൽ ഭരണം കൊടുത്തിരുന്നെങ്കിൽ പിന്നെ ഇന്ത്യൻ രാജ്യത്ത് കേരളം എന്നൊരു സംസ്ഥാനമേ ഉണ്ടാകുമായിരുന്നില്ല. പൂർണ്ണമായും ഇവരെല്ലാം ഈ കേരളത്തിനെ മുഴുവനായി വിറ്റ് പണമാക്കിയേനെ എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. എന്തായാലും സ്വപ്നയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റ് ചാനലിൽ കൊടുത്ത ആ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. മകള് മാത്രമല്ല, മകളും മകളുടെ അമ്മയും, ഇവർ രണ്ടുപേരുമാണ് അവിടുത്തെ ബ്രെയിൻ. ഹീസ് മേ ബി ജസ്റ്റ് എ റബ്ബർ സ്റ്റാമ്പ്. എഴുതി കൊടുക്കുന്ന നോട്ട് വായിക്കാൻ അറിയാം. അമ്മയും ഭാര്യയും മകളും പറയുമ്പോൾ കേൾക്കാത്ത ഏതെങ്കിലും അച്ഛനോ ഭർത്താവോ ഉണ്ടോ? പുള്ളിക്കാരൻ കുറച്ച് എക്സെൻട്രിക് അല്ലേ, മകളുടെ കാര്യത്തിലായാലും ഓവർ എക്സെൻട്രിക് ആണല്ലോ. അപ്പം എന്തുണ്ടെങ്കിലും എല്ലാ പവറും വേണം, എല്ലാം പിടിച്ച് അടക്കി വയ്ക്കണം ഫോർ മൈ ഡോട്ടർ എന്നുള്ളൊരു ചിന്താഗതിയല്ലേ. അപ്പൊ പിന്നെ ഓബ്വിയസ്ലി ഈസ് ജസ്റ്റ് റബ്ബർ സ്റ്റാമ്പ്. കമ്പൽ അവരാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഭാര്യയും മകളും. ഭാര്യയാണ് CM രവീന്ദ്രനുമായിട്ടിരുന്ന് പദ്ധതികള്, ശിവശങ്കർ സാറുമായിട്ടിരുന്ന് പദ്ധതികൾ തീരുമാനിക്കുന്നത്. ഷേഖിന് സ്വർണം കൊടുക്കാന്ന് പറയുന്നത് പുള്ളിക്കാരത്തിയാണ്. അവരാണ് അവിടെ ഇരുന്ന എല്ലാ കാര്യങ്ങളും ഇൻസ്ട്രുമെന്റലായിട്ട് സ്ട്രാറ്റജീസ് ഉണ്ടാക്കുന്നതും പിന്നെ നോട്ട്സ് എഴുതി കൊടുക്കുന്നത് ശിവശങ്കർ സാർ. ഏതൊരു കാര്യവും പദ്ധതിയാക്കി കൺവേർട്ട് ചെയ്യണത് ഓവർനൈറ്റ് ശിവശങ്കർ സാർ. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് മാഡം കമലയ്ക്കാണ്. പാവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. Then why the hell is he sitting as മുഖ്യമന്ത്രി cheating all these people of Kerala? ഇല്ലേ? ഇതിന് നമുക്ക് ഒരിക്കലും ഒരു സിമ്പത്തി അല്ല, ഒരിക്കലും ഒരു സിമ്പത്തി നമുക്ക് തോന്നേണ്ട കാര്യമില്ല. ബിക്കോസ് ഇത്രയും ഇദ്ദേഹം ആരാ?
ഇദ്ദേഹത്തിന് എന്താ, വാട്ട് ഇസ് ഹി? ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഇസ് എ മുഖ്യമന്ത്രി? എല്ലാവർക്കും നമ്മളെ സ്റ്റേറ്റിൽ മുഖ്യമന്ത്രി ആവാൻ പറ്റില്ലല്ലോ. സോ ദ പീപ്പിൾ ആർ വോട്ടിംഗ് വൺ പേഴ്സൺ ടു ബിക്കം ദ ഗവൺമെന്റ് സെർവന്റ് ടു സെർവ് അസ്, ടു സെർവ് ദ പീപ്പിൾ ഓഫ് കേരള. അതല്ലാതെ ഇദ്ദേഹത്തിന്റെ ഭംഗിയോ സൗന്ദര്യമോ അല്ലെങ്കിൽ പവറോ ബാങ്ക് ബാലൻസോ കണ്ടിട്ടില്ലല്ലോ. അല്ല. അപ്പൊ നീതി കാണിക്കേണ്ടത് ഭാര്യയുടെ അടുത്തും മക്കളുടെ അടുത്തും ആണോ, അതോ നമ്മളെ പോലത്തെ ജനങ്ങളുടെ അടുത്താണോ? പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഹിസ് വൈഫ്, ഹിസ് ഡോട്ടർ, CM രവീന്ദ്രൻ, there's a syndicate like ശിവശങ്കർ സർ, ഇങ്ങനെയുള്ള ഒരു സിൻഡിക്കേറ്റ് ഉണ്ട്. ഇവരാണ് ആക്ച്വലി ഡിസൈഡ് ചെയ്യുന്നത്. ഐ വുഡൻറ്റ് സേ ദാറ്റ് ഇറ്റ് ഇസ് മിസ്റ്റർ പിണറായി വിജയൻസ് ഇൻഡിവിജ്വൽ ബ്രെയിൻ അല്ല. ഈ എഴുതി കൊടുക്കുന്ന നോട്ട് പോലും നേരെ വായിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അത് തന്നെ എത്ര പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ ഹി ഡസൻ ഹാവ് ടോളറൻസ്. He doesn't have tolerance to sit and learn or study. Where does he have the time to sit and study about a project? So people are working for him, and then they will go and brief him. This is how we are going to do it, and he is just a rubber stamp. I would never say that he has got brains. He is only thinking about how he can make his upcoming generation safe. അതിൻ്റെ കാൽക്കുലേഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ അതിനു വേണ്ടിയുള്ള എക്സ്പോജറോ വിദ്യാഭ്യാസമോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ഇങ്ങനെയൊക്കെ പ്രോജക്ട്സിനെ കുറിച്ച് ചിന്തിച്ച് അത് ഡെവലപ്പ് ചെയ്ത് ആ ഒരു കോൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള വിവരം ഉണ്ടെന്ന് ഐ വുഡൻറ്റ് സേ. അത് മനസ്സിലായി. അത് എങ്ങനെയൊക്കെ സാധ്യതകളുണ്ടെന്നുള്ള നോട്ട് ബ്രീഫ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. പിന്നെ ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കണതിൽ താല്പര്യമില്ല, ഓൺലി ഇന്റർനാഷണൽ. Why is he going for treatments to US? He's got equal investments everywhere. France, Japan, US, Europe, ഇങ്ങനെ തുടങ്ങിയ കൺട്രീസാണ് ഇപ്പോൾ മെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഈ കൺട്രീസുമായിട്ടുള്ള വലിയ വലിയ MNCs ആയിട്ടുള്ള ടൈപ്സ് ആണ്. ആൻഡ് ദേ ഹാവ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻ ഈച്ച് പ്ലേസ്. ദേ വിൽ ഹാൻഡിൽ എവറിഥിങ്. He just has to go once in a while. He doesn't have to work. ആൻഡ് ദെൻ ചില പ്രോജക്ട്സ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പദ്ധതി പോലെ കൊണ്ടുവന്നിട്ട് അത് ഫ്ലോപ്പ് ആക്കി കളയും, അതിൽ കുറേ കോടികൾ ഉണ്ടാക്കും. ഇതാണ് സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡസ് ഓപ്പറാൻഡി. ഓട്ടോമൊബൈൽസ് ഉണ്ട്, ഫിനാൻഷ്യൽ സെക്ടർ ഉണ്ട്, അങ്ങനെ ഇൻഡസ്ട്രി വൈസ് പവർ പണ്ട് പെട്ടത് SNC ലാവലിൻ സെയിം സിമിലർ നോ ഏതോ കനേഡിയൻ കമ്പനി. That is the same way they do the business like this. For 10 years this is what they were doing. അപ്പോൾ ഒരിക്കലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വെൻ ഇവിടെ നമ്മളെ നാട്ടിലാണെങ്കിലല്ലേ EDO ITO ആരെങ്കിലും ഒക്കെ പിടിക്കത്തുള്ളൂ. ബട്ട് വെളിയിലുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫുൾ പവർ ദെയർ വെൻ യു ബിക്കം എൻ ഇൻവെസ്റ്റർ. നമ്മളെ നാട്ടിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ആ ഒരു പവർ കിട്ടൂല്ലോ, അൺലെസ് ആൻഡ് അൺടിൽ യു ടേൺ ഔട്ട് ടു ബിക്കം അദാനി ഓർ അംബാനി ഓർ വാട്ട് എവർ ലൈക്ക് ദാറ്റ്. ബട്ട് ഇൻ അതർ കൺട്രീസ് യു ഗെറ്റ് ദാറ്റ് പ്രോട്ടോകോൾ, യു ഗെറ്റ് ദാറ്റ് ഇമ്പോർട്ടൻസ് ആസ് എൻ ഇൻവെസ്റ്റർ. അതല്ലേ സേഫ്. Now you see, I'll tell you, in maybe few months down the line, he will say he's sick and he'll go for treatment and he'll never come back. അസുഖം ഇല്ലായിരുന്നു എന്നല്ല, അസുഖം ഉണ്ടായിരുന്നു, but he's completely recovered. That is what I have discussed with them, because കാലിക്കറ്റ് ഇദ്ദേഹത്തിന് ഇടയ്ക്ക് വന്ന് നോക്കുന്ന ഓൺകോളജിസ്റ്റ് ഉണ്ടായിരുന്നു. He is the one used to come to my house also to visit my father. Okay. So from there all we came to know that he is completely recovered. പിന്നെ വെളിയിലല്ലേ US പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ബ്രെയിൻ മുതൽ എല്ലാം മാറ്റി വയ്ക്കാമല്ലോ. ഗുഡ് ക്വാളിറ്റി സായിപ്പന്മാരുടെ ഹൃദയവും ലിവറും ഒക്കെ വെച്ചൂടെ? ഇവർക്കൊക്കെ എല്ലാം കാശുണ്ടല്ലോ.